വിഷമുള്ള പാമ്പുകളെ വീടുകളിൽ താമസിപ്പിക്കുകയും കുടുംബാംഗങ്ങളെ പോലെ പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രാമമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതും ഇന്ത്യയിൽ. എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. മഹാരാഷ്ട്രയിലെ സോലാപൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഷെത്പാൽ എന്ന ഗ്രാമത്തിലാണ് പാമ്പുകൾക്ക് അത്രയേറെ പ്രാധാന്യമുള്ളത്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങൾക്കും അതിൻ്റെതായ പാരമ്പര്യങ്ങളും നിറങ്ങളും കഥകളുമുണ്ട്. എന്നാൽ ഷെത്പാൽ ഗ്രാമം നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിചിത്രമാണ്. പൂനെയിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു കുഗ്രാമം. ഇത്രയധികം പാമ്പുകളെ ഇവിടെ ആരാധിക്കുക മാത്രമല്ല, അവയ്ക്ക് സ്ഥിരമായ താമസ സ്ഥലം നൽകുക കൂടി ചെയ്യുകയാണ് ഇവിടുത്തുകാർ. നമ്മുടെ ചുറ്റുപാടുമുള്ള ചെറിയ പാമ്പുകളെ പറ്റിയല്ല പറഞ്ഞു വരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വിഷമുള്ള പാമ്പുകളിൽ ഒന്നായ ഇന്ത്യൻ മൂർഖനാണ് ഗ്രാമത്തിലെ പ്രധാന ഐറ്റം. അതിനെ കൂടാതെ അണലി, പെരുമ്പാമ്പ് തുടങ്ങിയവയും ഇവിടെയുണ്ട്. പാമ്പുകൾക്ക് വീടുകളിൽ ഏതൊരു കുടുംബാംഗത്തിനും ഉള്ളതുപോലെ എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്നു. ചുരുക്കി പറഞ്ഞാൽ വീടിന്റെ ഏതൊരു ഭാഗവും പാമ്പിന് മനുഷ്യരെ പോലെ തന്നെ ഉപയോഗിക്കാം. വീടുകളിൽ മാത്രമല്ല കേട്ടോ, ഗ്രാമത്തിലും ഈ പാമ്പുകൾക്ക് മറ്റേതൊരു താമസക്കാരെയും പോലെ സ്വതന്ത്രമായി വിഹരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ സുഖസൗകര്യങ്ങൾ പാമ്പുകൾക്ക് എങ്ങനെ ലഭിച്ചു എന്നതിന് വ്യക്തമായ ഉത്തരമില്ല. എന്നാൽ വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സത്യമല്ലെന്ന അർത്ഥമില്ലെന്നാണ് ഗ്രാമത്തിലുള്ളവർക്ക് പറയാനുള്ളത്. പാമ്പുകളും ആത്മീയതയും കൂടിച്ചേരുന്ന ഒരിടമായാണ് ഗ്രാമത്തെ ഇവിടെയുള്ളവർ നോക്കിക്കാണുന്നത്. ഓരോ വീടിനുള്ളിലും നാഗങ്ങൾക്ക് പ്രത്യേക സ്ഥലമുണ്ട്. അതായത് നാഗങ്ങളെ ആരാധിക്കാനായി മാത്രമുള്ള ഒരു സ്ഥലം. പാമ്പുകൾക്കായുള്ള ഈ പ്രത്യേക വാസസ്ഥലത്തെ ദേവസ്ഥാനം എന്നാണ് ഇവിടുത്തുകാർ വിളിക്കുന്നത്. പാമ്പുകൾക്ക് അത്രയേറെ പ്രാധാന്യം നൽകുന്നതിനാൽ തന്നെ ആളുകൾ പുതിയ വീട് നിർമ്മിക്കുമ്പോൾ ഒരു സ്ഥലം പാമ്പിനായി മാറ്റിവെക്കുന്നു. ഇക്കാര്യം ഇവർ പ്രത്യേകം ഉറപ്പാക്കുന്നുമുണ്ട്. നൃത്തത്തിലൂടെയോ സംഗീതത്തിലൂടെയോ പാമ്പുകളുമായി ആശയവിനിമയം നടത്താൻ കഴിയുമെന്നാണ് ഷെത്പാൽ ഗ്രാമത്തിലെ ആളുകൾ വിശ്വസിക്കുന്നത്. ഇവയ്ക്കൊപ്പം പാട്ടുപാടിയും നൃത്തം ചെയ്തും ഈ ജീവികളെ നിയന്ത്രിക്കുന്ന ഒരു പാമ്പാട്ടിയും ഗ്രാമത്തിലുണ്ട്. ഇത്രയും വിഷമുള്ള പാമ്പുകൾ താമസിക്കുന്ന വീട്ടിൽ കുട്ടികൾ സുരക്ഷിതരാകുമോ എന്നതാകും നിങ്ങളുടെ ആശങ്ക. എന്നാൽ പേടിക്കേണ്ട, കുട്ടികൾ സേഫാണ്. തങ്ങളുടെ പാമ്പുകളുടെ കൂടെ ക്ലാസ് റൂമുകൾ വരെ ഷെയർ ചെയ്യാൻ തയ്യാറാണ് ഇവിടുത്തെ കുട്ടികൾ. റിപ്പോർട്ടുകൾ പ്രകാരം ഗ്രാമത്തിൽ ആർക്കും ഇതുവരെ പാമ്പുകടി ഏറ്റിട്ടില്ല. മാത്രമല്ല അജ്ഞാതരെ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ എന്നാണ് ഇവരുടെ പക്ഷം. കൂടാതെ പാമ്പുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഈ ഗ്രാമത്തിൽ മറ്റു വളർത്തുമൃഗങ്ങളും സുരക്ഷിതരും സന്തോഷത്തോടെയുമാണ് ഇവിടെ ജീവിക്കുന്നത്. ഇനിയുള്ള ചോദ്യം, എല്ലാ കാലവും പാമ്പുകളെ ആളുകളുടെ കൂടെ ഈ ഗ്രാമത്തിൽ കാണാനാകുമോ എന്നതായിരിക്കും അല്ലെ? ഇല്ല, അതാണ് ഉത്തരം. അപ്പോൾ എപ്പോഴാണ് പാമ്പുകളെ കാണാൻ കഴിയുക എന്ന് ചോദിച്ചാൽ, വേനൽക്കാലം മുതൽ മഴക്കാലം വരെയാണ് പാമ്പുകളെ ഗ്രാമത്തിൽ കൂടുതലായും കാണാൻ കഴിയുന്നത്. അപ്പോൾ പാമ്പുകളുടെ നാട് കാണാൻ ആഗ്രഹമുള്ളവർ വേഗം തന്നെ മഹാരാഷ്ട്രയിലേക്ക് പൊക്കോളും.